ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ഇന്ന് ദാനമായി തന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അന്ന് അങ്ങ് ഒരുമിച്ച് പത്രോസ് സ്ലീഹായും യാക്കോബ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും ഒരുമിച്ച് കർത്താവിനോട് ഇരിക്കുകയാണ്. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്. നമ്മളാരും അറിയുന്നില്ല, പലരും ആരും അറിയുന്നില്ലെന്നല്ല, വാസ്തവമായും ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയാത്ത, അഴിക്കാൻ കഴിയാത്ത കെട്ടുകളും ശാപങ്ങളും ബന്ധനങ്ങളും എല്ലാം കത്തിപ്പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. നാം പ്രാർത്ഥനയോടെ ഇരിക്കണം, എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീയായിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ തീയിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തുകൊള്ളണം. എന്തൊരു ഭാഗ്യമാണ്! ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവൻ ആകത്തുക എന്താണ്? യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ജീവിതം, ക്രിസ്തുവിനോടുള്ള സ്നേഹം. ആ സ്നേഹത്തിൽ കൂടി മാത്രമേ ജയജീവിതം സാധ്യമാകുകയുള്ളൂ. ശാപഗ്രസ്തനായി എനിക്ക് വേണ്ടി ഒരുവൻ പിടഞ്ഞു മരിച്ചു. ആ ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് ആകമാനമായി പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാപത്തിനിടം കൊടുക്കാതെ സൂക്ഷ്മതയോടെ ജീവിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നില്ല. സൂക്ഷ്മതയോടെ ആയിരിക്കും ജീവിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു പാപം വന്നെങ്കിലോ അപ്പോൾ തന്നെ, അതാണ് പറഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ, ആ ഒരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു പാപം വന്നു ഉടനെ തന്നെ അയ്യോ ഇനി എല്ലാം പ്രശ്നമായോ, എല്ലാം കുഴപ്പമായോ, എൻ്റെ കാര്യം അപകടത്തിലായോ, അയ്യോ ഇനി ഇന്നെങ്ങാനും കർത്താവ് വന്നാൽ ഞാൻ നരകത്തിൽ പോവുമോ, അങ്ങനെ നിങ്ങൾ ഭയപ്പെടരുത്. ഉടനെ തന്നെ ജാഗ്രതയാകണം. പാപം വരാം, വന്നോളുന്നില്ല, വരാതെ കർത്താവ് ഇരിക്കുന്നോ? അത് കർത്താവിൻ്റെ അത്യത്ഭുത കാര്യമാണ്, അവിടുത്തെ കൃപ. നമ്മുടെ സ്വയം വിൽ പവർ കൊണ്ടോ, സ്വയമായിട്ടുള്ള നമ്മുടെ കഴിവുകൊണ്ടോ, പ്രാപ്തി കൊണ്ടോ, നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ, നമ്മുടെ ഉപവാസം കൊണ്ടോ, നമ്മുടെ തിരുവചന വായന കൊണ്ടോ, ഇതൊന്നും, അല്ലെങ്കിൽ നിരന്തരമായി കൂട്ടായ്മയിൽ വന്നുകൊണ്ട് മാത്രം നമുക്ക് നിൽക്കാൻ കഴിയില്ല. എങ്ങനെ സാധിക്കും? ജീവനുള്ള ക്രിസ്തുവിന് എന്നോടൊരു കരുണ. അതെങ്ങനെയാണ് വരുന്നത്? വിശ്വാസത്താൽ ലഭിക്കുന്നത്. യേശു എന്നെ സ്നേഹിച്ചു, യേശു എന്നെ വിളിച്ചു. ഞാൻ ശാപഗ്രസ്തനായിരുന്നു, ഞാൻ യേശുവിനെ അന്വേഷിച്ചിറങ്ങിയതല്ല. അവിടുത്തെ സ്നേഹം, കരുണ എന്നെ തേടി വന്നു. യുഗ ആരംഭത്തിൽ, ലോകസ്ഥാപനത്തിന് മുമ്പ് അവിടുന്ന് എന്നെ സ്നേഹിച്ചു. ഇത് നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം, കൃത്യമായ വിശ്വാസം. അല്ലാതെ വെറുതെ നമ്മളാരും ഇങ്ങനെ എവിടുന്നെങ്കിലും കയറി വന്നവരല്ല. വ്യക്തമായ ഉറപ്പ്, എന്നെ യേശുക്രിസ്തു വിളിച്ചു. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എല്ലാവർക്കും ഉറപ്പുണ്ടായിരിക്കണം. യേശുവാണ് എന്നെ വിളിച്ചത്. ഭൂമിയിൽ ഒരു മനുഷ്യനും എന്നെ വിളിച്ചത്, ഒരു മനുഷ്യനുമല്ല എന്നെ വിളിച്ചത്. ഒരു മനുഷ്യനും വചനം പറഞ്ഞുകൊണ്ടല്ല ഞാൻ രക്ഷയിലേക്ക് വന്നത്. ഒരു മനുഷ്യൻ വചനം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി സമർപ്പണം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ പോകുമായിരുന്നോ? എനിക്ക് ദൈവവചനം കേൾക്കാൻ ഇടയില്ലാതെ തീരുമായിരുന്നോ? തെറ്റ് ഒരിക്കലുമല്ല. ജീവനുള്ള ദൈവം അവിടുത്തെ യുഗ പരിപാടിയിൽ എന്നെ ഉൾപ്പെടുത്തി. തീർച്ചയായിട്ടും ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ, അവർ നമുക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. തീർച്ചയായിട്ടും അവരുടെ ബഹുമാനമുണ്ട്. വിശുദ്ധരായ ദൈവമക്കളോട്, ശരിയായിട്ടതുപോലെ കൃപയിൽ നിൽക്കുന്ന, ആത്മാവിൽ നിൽക്കുന്ന ദൈവമക്കളോട് നമുക്ക് തീർച്ചയായിട്ടും ബഹുമാനമുണ്ട്. പക്ഷേ അവരൊന്നുമല്ല അവരാരുമല്ല നമ്മളെ കണ്ടത്, അവരാരുമല്ല നമ്മെ വിളിച്ചത്. ഒരുപക്ഷെ കൂട്ടായ്മയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നവരോട് ഞങ്ങളുടെ കാര്യം പറയാമല്ലോ. ഒരു നോട്ടീസ് കൊടുത്തിട്ട് എൻ്റെ അമ്മയെ വിളിച്ചു. അന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ആ തീപ്പരി നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വീണു. അതല്ലെങ്കിൽ വേറൊരു സംവിധാനത്തിലൂടെ കർത്താവ് നമ്മളെ രക്ഷിച്ചേനെ. അതാണ് ഒരു മനുഷ്യനെയും നോക്കരുതെന്ന് പറയുന്നത്. ഭൂമിയിൽ ഒരു മനുഷ്യനല്ല. ഇപ്പോൾ GGF തുടങ്ങിയില്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ കർത്താവ് രക്ഷിച്ചേനെ. ഇതായിരിക്കണം. എന്നാൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്? അതുകൊണ്ടാണ് എപ്പോഴും ഞങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറയണത്? ഉറക്കെ പറയൂ, എല്ലാവരും ഉറക്കെ പറയൂ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതായ ഒരുവൻ മാത്രം. അത് പറയുമ്പോൾ നിങ്ങൾ ആവേശഭരിതരാകണം. പതിയെ പറഞ്ഞാൽ പോരാ. വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തണം, എല്ലാവരും പറയും പോലെ പറഞ്ഞാൽ പോരാ. എങ്ങനെയാണ്? യേശു എന്ന നാമം, ആ നാമമാണ് എന്നെ രക്ഷിച്ചത്.
യേശുവിനോടുള്ള സ്നേഹം, അതാണ് ക്രിസ്തീയ ജീവിതം. യേശുവിനോടുള്ള സ്നേഹമാണ് പാപത്തിന്മേലുള്ള ജയം. ക്രിസ്തു എന്നെ സ്നേഹിച്ചു, ക്രിസ്തു എന്നെ യുഗപരിപാടിയിൽ ഉൾപ്പെടുത്തി. ലോകസ്ഥാപനത്തിന് മുമ്പേ കുറിലിറക്കപ്പെട്ട കുഞ്ഞാട്, എല്ലാം ദൈവത്തിന് വളരെ കൃത്യമായി വ്യക്തമായും നീതമായും പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ 2020 ചില കാര്യങ്ങൾ നടന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, കരഞ്ഞ കാലങ്ങൾ, സങ്കടപ്പെട്ട കാലങ്ങൾ, അതെല്ലാം നടന്ന കാര്യം അങ്ങനെ തന്നെയല്ലേ, ശരിയാണ്. പക്ഷെ അതും ജീവനുള്ള ദൈവം കാണാതെയല്ല, ദൈവം അറിയാതെയല്ല. ഇതാണ് വിശ്വസിക്കേണ്ടത്. ദൈവം എനിക്ക് ഏറ്റവും നന്മയ്ക്കാക്കി തീർത്തു, അതുകൊണ്ട് ആരോടും പരിഭവമില്ല, എനിക്ക് ആരോടും പകപാടില്ല. കൂടെ കൂടെ എന്തുകൊണ്ടാണ് പറയുന്നത്? പലരും കൂട്ടായ്മയ്ക്ക് വരുന്നെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ വരുന്നു, അതുപോലെ കുടുംബമായി ഒരുമിച്ച് വരുന്നു, പലരും തിരുത്തുന്നില്ലെങ്കിൽ വന്നുകൊണ്ട് പ്രയോജനമില്ല. വിഷമം തോന്നരുത് പറയുമ്പോൾ. പാപം വിടാൻ മനസ്സില്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് വന്നിട്ട് കാര്യമില്ല. വെറുതെ വരുന്നേ, വലിയൊരു കൂട്ടം വന്നിട്ടോ എന്തിനു? ഇവിടെ ആളെ കൂട്ടാൻ പരിപാടിയില്ല, ഞങ്ങൾ കൂടെ കൂടെ പറയുന്ന കാര്യമില്ലേ? അങ്ങനെ വന്നതുകൊണ്ട് മാത്രം പ്രത്യേകം കാര്യമില്ല. വരണം, തീർച്ചയായിട്ടും വന്നാൽ ഇവിടെ ഞങ്ങൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ ഇന്ന് ഈ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു, അത് നാം അനുഭവിക്കുന്നു. എന്നാൽ അങ്ങനെ കേട്ട് വിട്ടുപോകുന്നവരാകരുത്. നാം നിരന്തരമായി ആ ക്രൂശിൻ്റെ തണലിൽ ജീവിക്കണം. യേശുക്രിസ്തുവിനുള്ള സ്നേഹബന്ധത്തിൽ, സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്ത് ബന്ധിച്ചു, സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്ത് ബന്ധിച്ചു, തൻ കുരിശോട് എന്നെ ഒന്നിച്ചു. ക്രൂശിനോട് നമ്മളെ ചേർത്ത് ബന്ധിക്കാനിടയാകുക. അപ്പോൾ പറയുകയാണ്, പിന്നെയും ഭക്തൻ പാടുകയാണ്, ഞാൻ എല്ലാം തന്നിൽ അർപ്പിച്ചു, എല്ലാം ക്രിസ്തുവിൽ അർപ്പിച്ചു. ജീവിതം മുഴുവനായും ക്രിസ്തുവിന് വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. 99.99% വിട്ടുകൊടുത്താലും യേശു സ്വീകരിക്കില്ല. കേട്ടോ, പൊത്തൂരത്തെ ക്രിസ്ത്യാനിത്വം കൊണ്ട് ഒരിക്കലും ദൈവരാജ്യത്തിലെത്താൻ സാധ്യമല്ല. ഭാഗ്യമായിട്ടുള്ള സമർപ്പണം കർത്താവ് ഏൽക്കുകയില്ല, കർത്താവ് അത് കൈക്കൊള്ളുകയില്ല. 100% വിട്ടുകൊടുക്കണം. പാപത്തോട് മരിച്ചേ പറ്റുകയുള്ളൂ. നാം പാപം സംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിച്ചേ പറ്റുകയുള്ളൂ. ചിലരോട് ഫോൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് വരുന്നു. ആണിനോടോ പെണ്ണോടോ ആയിക്കൊള്ളട്ടെ, ചിലരോട് ഇങ്ങനെ ഫോൺ ചെയ്തിരിക്കാൻ, കുറേ അധികം നേരം ഫോൺ ചെയ്തിരിക്കാൻ. ഞാൻ ആരോടാണ് ഫോൺ ചെയ്തിരിക്കുന്നത്? ഭാഗ്യവശാൽ സ്ത്രീകളോടാരും ഫോൺ ചെയ്ത് അങ്ങനെ ഒരിക്കലും ഇന്നുവരെ അങ്ങനെ എൻ്റെ സമയം കളയേണ്ടി വന്നിട്ടില്ല, അങ്ങനെ വളർന്നിട്ടുമില്ല. എന്നാൽ പുരുഷന്മാരോടാണെങ്കിൽ പോലും ഒരു പരിധിക്കുള്ള സമയം അങ്ങനെ സംസാരിച്ചിരുന്ന് നമ്മുടെ വിലയേറിയ സമയം കളയരുത്, അതിനൊരു പ്രത്യേക ഇൻട്രസ്റ്റ് വരരുത്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണെന്ന് വിശ്വസിക്കാനിടയാകുക. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ എഴുന്നേറ്റെന്ന് ആര് പറഞ്ഞാലും കർത്താവേ, ആത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമായി അംഗീകരിക്കാനിടയാകുക. തിരുത്താനുള്ള മനസ്സ് വരിക, യെസ് ലോഡ് എന്ന് പറയാനുള്ള മനസ്സ് വരിക. എപ്പോഴാണ് യെസ് ലോഡ് എന്ന് പറയേണ്ടത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ തിരുത്തണം. അതേ കർത്താവെ തിരുത്തിക്കോളാം. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക. ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിനാണ് ഈ കൂട്ടായ്മയ്ക്ക് വരുന്നത്? ഞാൻ എന്തിനാണ് തിരുവചനം വായിക്കുന്നത്? ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? നാം പറയുമ്പോൾ പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം പറയും. ശരിയാണ്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ശരിയാണ് പറയുന്നു. എന്നാൽ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ക്രിസ്തു തന്നെയാണോ എന്നെ നിയന്ത്രിക്കുന്നത്? ക്രിസ്തു തന്നെയാണോ എന്നെ നയിക്കുന്നത്? ആരെങ്കിലും ഒരു ചെറിയ കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പരിഭവം പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ കുശൂഷിക്കണ കേട്ടു, അവിടെ എൻ്റെ കുറ്റമായിരിക്കുമോ പറഞ്ഞേ? ഇങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇല്ലെന്നുള്ളതാണ് സത്യം. അത് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. പഴയ കൂട്ടായ്മയിൽ ദൈവദാസൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നാം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തു വരികയാണെങ്കിൽ വിരലെണ്ണാനുള്ള ആളുകളെ ദൈവരാജ്യത്തിൽ പോവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അന്ന് എനിക്കത് അത്ര കണ്ട് മനസ്സിലാകുമായിരുന്നു, അത്ര കണ്ട് മനസ്സിലാവില്ലായിരുന്നു. എത്രമാത്രം ആളുകൾ കൂടി വരുന്നുള്ളതിലല്ല, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ വചനപ്രകാരം എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് എനിക്കൊരു വിശുദ്ധനായി തീരണം, എനിക്കൊരു ശുദ്ധിമതിയായി തീരണം എന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുകയും അതിനായി എല്ലാം ചപ്പന്നും ചവർന്നും എണ്ണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാം വിശുദ്ധന്മാരെ ചേർക്കാൻ ക്രിസ്തു വരുമ്പോൾ ദൈവരാജ്യത്തിലെത്തുകയില്ല. കേൾക്കാൻ ഇമ്പമുള്ള കാര്യമല്ല പറയുന്നത്, കേൾക്കാൻ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല പറയുന്നത്. പക്ഷേ ഇത് കേട്ടേ പറ്റുകയുള്ളൂ, തിരുത്തിയേ പറ്റുകയുള്ളൂ. തിരുത്താതെ ദൈവരാജ്യം കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവേല ചെയ്യാം, ആളുകളെ വിളിച്ചുകൊണ്ട് വരാം ഇങ്ങോട്ട്, കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ദൈവവേല ചെയ്യാം, അതിന് പ്രതിഫലമുണ്ട്. പക്ഷേ ക്രിസ്തുവിനോട് നിൽക്കണം. തെറ്റ് വരാൻ പാടില്ല, പാപം വരാൻ പാടില്ല. ഏതെങ്കിലും ഒരു പാപം വന്നാൽ അപ്പോൾ തന്നെ തിരുത്തൽ പ്രാപിച്ചു വേണം നിൽക്കാനായിട്ട്. ഏത് സമയത്തും ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത,
മരണഭയത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഏത് സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം, എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാം, എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാം. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. നാം ചിന്തിക്കുന്നില്ല പലരും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുമല്ലോ. നാം മരിച്ചാൽ ഇന്ന് ഞാൻ കടന്നു പോയാൽ ദൈവരാജ്യത്തിലെത്തുമോ? ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടൊരൊറ്റ കൈയാണോ, ഒരൊറ്റ മനസ്സാണോ? എൻ്റെ ഭർത്താവിന് ഞാൻ കീഴ്പ്പെട്ടാണോ ജീവിക്കുന്നത്? എൻ്റെ ഭാര്യയെ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ടോ? അവരെ കരുതുന്നുണ്ടോ? അവരെ ബഹുമാനിക്കുന്നുണ്ടോ? ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അതൊക്കെ കേൾക്കാനും എളുപ്പമാണ്. 10 കൽപ്പന കേൾക്കാൻ എളുപ്പമാണ്. പക്ഷേ ഭാര്യയെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിലെത്തില്ല, എത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരു സംശയവുമില്ല. കാരണം ദൈവം, ജീവനുള്ള ദൈവം, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ ഉറക്കെ പറഞ്ഞോളൂ. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവന്. അയ്യോ അങ്ങനെയല്ലോ, അവരൊത്തിരി പേരെ വിളിച്ചുകൊണ്ട് വന്നതാണല്ലോ, ഒത്തിരി പേരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, ഒത്തിരി പേരെ യോഗത്തിന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. പാവം പഴയ കൂട്ടായ്മയിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ട്. കിട്ടുന്ന ശമ്പളം മുഴുവൻ അദ്ദേഹം ഒരു പൈസ എടുക്കാതെ സ്വന്തം ഡീസൽ അടിച്ച് സ്വന്തം വണ്ടി ഓടിച്ച് ആ വണ്ടി ഓടി തീർന്നത് തന്നെ അങ്ങനെയാണ്. ഇതൊന്നും ദൈവം കണക്കിടാതിരിക്കും എന്നല്ല പറഞ്ഞത്. ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ എല്ലാം വട്ടപൂജ്യമാണ്. അതാണ് പറഞ്ഞത്. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം, ഈ ഭൂമിയിലെ ജീവിതം ഭയത്തോടെ കഴിപ്പിനെന്നാണ് തിരുവചനം. അതുകൊണ്ട് പേടിച്ച് ജീവിക്കണമെന്നാണോ? അയ്യോ എനിക്ക് പേടിയാണ്, എപ്പോഴും പേടിയാണ്, ഞാൻ മരിക്കുമോ പേടിയാണ്, ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മരിക്കുമോ, അയ്യോ സ്കൂട്ടർ ഓടിച്ച് മരിക്കുമോ, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇന്ന് മരിക്കുമോ? അങ്ങനെയുള്ള ഭയത്തെക്കുറിച്ചല്ല പറഞ്ഞേ. ജീവനുള്ള ക്രിസ്തു ഹൃദയത്തിലുള്ളവർക്ക് ഒരു പേടിയില്ല, ആരും പേടിയില്ല, മരിക്കാൻ ഒരു ഭയവുമില്ല. ആരും പേടിയില്ലെന്ന് പറഞ്ഞാലല്ലോ ധിക്കാരം പറയുന്നൊന്നും അല്ലോട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ഭയവും ഇല്ല. എന്ത് ഭയപ്പെടാനാണ്? ആരെ ഭയപ്പെടാനാണ്? ജീവനുള്ള ക്രിസ്തുവാണ് നയിക്കുന്നതെങ്കിൽ യൂദായുടെ സിംഹം മുൻപേ പോകുന്നെന്ന് കണ്ടുകൊണ്ടുള്ള യാത്ര. യേശു എൻ്റെ മുൻപിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവിനെ മാടി വിളിക്കുകയാണ്. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ, അവൻ അങ്ങനെ കാക്ഷിച്ചാൽ, അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഇത് നാൾതോറും ക്രൂശെടുക്കുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. യേശു സ്വന്തം നാവുകൊണ്ട് പറഞ്ഞാണ്. ഒരുത്തൻ ഭാര്യ ഉണ്ടാവില്ല, മക്കളുണ്ടായിക്കൊള്ളുന്നില്ല, അതൊന്നും കൂസൻ്റെ ആവശ്യമില്ല, അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്തു എന്നാണ് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുള്ളൂ. തേജസ്സിൻ്റെ സിംഹാസനത്തിലെ ന്യായവിധിയിൽ എനിക്കെന്ത് കിട്ടും? ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്യുന്നതിന് മാത്രമാണ് കിട്ടുകയുള്ളൂ. കുറച്ച് സെൽഫിഷാണെന്ന് പറഞ്ഞാൽ അയ്യോ രാവും പകലും മുഴുവൻ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഊണിലും ഉറക്കത്തിലും നോക്കുന്നു, രാത്രി 2 മണിക്ക് നോക്കുമ്പോഴും വർക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുന്നു, അതെല്ലാം കംപ്ലീറ്റ് മറ്റേ ഫോണിലൊക്കെ വരുന്നതുകൊണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നോക്കുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ നേരത്ത് ഒന്നോടെ നോക്കുന്നു, ഇനി വല്ല കാരണവശാലും ഒന്ന് ഇടയ്ക്ക് എണിക്കേണ്ട വന്നു കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോകുന്ന നേരത്ത് അന്നേരം ഒന്നോടെ നോക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തും പിടിച്ചു എല്ലാം ചെയ്തെല്ലാം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു. ദൈവം കരുണ ചെയ്തെല്ലാം ആയിന്നിരിക്കട്ടെ. ഞാൻ കടന്നു പോകുമ്പോൾ ഏകനായി വന്ന ഞാൻ ഏകനായി അക്കരെ നാട്ടിലേക്ക് പോകില്ലേ? നീ ഇങ്ങനെയൊക്കെ ചെയ്ത ആളല്ലേ, നീ ഇത്രയും പേർക്ക് ജോലിയൊക്കെ കൊടുത്തല്ലോ, 14,000 പേർക്ക് ജോലി കൊടുത്തു, നീ ഇവിടെ ഹോള് നീ എന്നാലും നിനക്ക് ഞാൻ തന്നതാ, നീ കൊടുത്തൊന്നും പറയാനില്ല, എന്നാലും നീ ഹോളൊക്കെ തുറന്നു കൊടുത്തു, പിന്നെ അങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഇതൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലാൻ പറ്റില്ല, ഒന്നും പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് സെൽഫിഷാണെന്ന് പറഞ്ഞ് ഞാൻ തന്നെ നിർമ്മലീകരിക്കണം. ദൈവത്തിന് ജനിച്ചവൻ തന്നെ സൂക്ഷിക്കുന്നു, തന്നെ നിർമ്മലീകരിക്കാനുണ്ട്. എങ്ങനെയാണ് നിർമ്മലീകരിക്കുന്നത്? തന്നെ തിരിഞ്ഞു നോക്കുന്നു. എനിക്ക് എന്തൊക്കെ തിരുത്തണ്ട്? അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, തന്നെ ഇരുന്ന് തിരിഞ്ഞു നോക്കുന്നു. അയ്യോ അന്നേരം ആ സമയത്ത് പിള്ളേർക്ക് എന്തെങ്കിലും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പോകാൻ പറ്റുമോ? എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല. സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പറഞ്ഞത്. ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എന്നെ ചെയ്യണേ? ഉണ്ടാക്കി കൊടുത്തതിന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? സ്വന്തം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി സ്വർഗരാജ്യത്തിൽ വേണ്ടിയിട്ടുള്ള എല്ലാം സമ്പാദിച്ചു കൊള്ളണം, ഓടാവുന്നത് എല്ലാം ഓടിക്കൊള്ളണം, പറയാവുന്ന സമയത്ത് എല്ലാം സാക്ഷ്യം പറഞ്ഞുകൊള്ളണം. ഒരാളെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ കഴിയുമെങ്കിൽ നയിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ടി വരും. പേര് വിളിക്കും, നാം കൃപയിലാണെങ്കിൽ അന്ന് പേർ വിളിക്കുന്ന നേരം എൻ്റെ പേരും കാണും, അഥവാ എൻ്റെ പേരും ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്നിരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ദൈവത്തിൻ്റെ വ്രതൻ ഒരിക്കൽ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് വാഗ്ദത്തം തന്നു. എന്താണെന്നറിയോ? ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ വിശുദ്ധന്മാരെ ചേർക്കാൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ നീ അവിടെ ഉണ്ടായിരിക്കും മകനേ എന്ന് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ശരിയാണ്, ഞാൻ അക്കരെ നാട്ടിലെത്തും. പക്ഷേ എന്നും പോലെ അങ്ങനെ തന്നെന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയ പോലെ ജീവിച്ചാൽ പറ്റുമോ? പറ്റൂല. അതും മാത്രമല്ല, ഇനി എത്തിപ്പെടും.
എന്താ ഗുണം? എന്താ ഗുണം? നമ്മൾ വിചാരിക്കും പോലെയാണ്. നമ്മൾ വിചാരിക്കണേ ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് എല്ലാം കൂടി എടുത്ത് 5 കിരീടങ്ങളും ഒരുമിച്ച് തരുവാന്നാണ് വിചാരിച്ചിരിക്കണേ. ഒരു കിരീടവും കിട്ടില്ല. കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം പേര് ഒരിക്കൽ കേട്ടതാണ്, കണ്ടില്ല നേരിട്ട്. 6 അടി കുഴി ഉണ്ടാക്കുക, ആ കുഴിക്കകത്ത് ആളെ ഇറക്കി നിർത്തിയേക്കണു, കഴുത്ത് വരെ മണ്ണിട്ട് മൂടി, ജീവനോടെ ഇപ്പം തന്നെ മൂടുമെന്ന് പറയുകയാണ്. യേശുവിനെ ഉപേക്ഷിച്ചോ, ഈ വിശ്വാസം കളഞ്ഞോ, അങ്ങനെയാണ് തന്നെ രക്ഷിക്കാം. കല്ലിന് തലയ്ക്ക് ഇടിച്ചിടിച്ച് കൊന്നു, മണ്ണിട്ട് മൂടി. അങ്ങനെയുള്ള ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിച്ച് മരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന കിരീടത്തിൻ്റെ എവിടെയെങ്കിലും ഒരു അംശം കിട്ടുമെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്തു ചെയ്യണം? കുറച്ച് സെൽഫിഷ് ആവണമെന്ന് ഞാൻ പറഞ്ഞത്. സെൽഫിഷ് ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സമയം മാറിയിരിക്കണം, എൻ്റെ സമയം കുറച്ച് സമയം ഞാൻ തിരുവചനം വായിക്കണം, എല്ലാം ചെയ്തു കൊടുത്തിട്ട് നാളെ എന്ത് പ്രയോജനം കിട്ടും? ശരിയാണ്, നാം എല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ വരും തലമുറയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാവരും തന്നെയല്ല, കല്യാണം കഴിച്ചവരും മക്കളുള്ളവരും ഇനി മക്കളില്ലാത്തവരും അങ്ങനെയൊക്കെ കുറേയൊക്കെ സേവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ജീവിക്കണേ. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണ് ഇയാൾ എന്തിനാ എത്രമാത്രം കഷ്ടപ്പെടുകയോ അധ്വാനിക്കുകയോ ചെയ്യണമെന്ന്? തീർച്ചയായിട്ടും കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, അധ്വാനിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ ഏതെങ്കിലും കാലത്ത് ചുമ്മാ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, വേല ചെയ്യാത്തവൻ തിന്നുകയും അരുത്. വല്ലതും തിന്നണുണ്ടെങ്കിൽ വേല ചെയ്തോളണം. വല്ലതും തിന്നുണ്ടെങ്കിൽ പിള്ളേരോടൊക്കെ പറയുക, വല്ലതും തിന്നുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ തിരുവചന, ഞാൻ പറഞ്ഞതല്ല, വേല ചെയ്യാത്തവൻ തിന്നുകയും അരുത്. അപ്പോൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വേല ചെയ്തില്ലെങ്കിൽ അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം കിട്ടുമെന്നാണ് വിചാരിക്കണേ. ഒന്നും കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പറയുന്നറിയാമോ? നാം ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടവരാണ്, നാം ക്രിസ്തുവിൻ്റെ വേല ചെയ്യേണ്ടവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതമായിരിക്കണം. ഈ കൂട്ടായ്മയിൽ പോകുന്ന ഒരാൾ പോകുന്നവനാണോ, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, ഇങ്ങനെയാണോ ഇടപെടുന്നത് എന്നാരും ചോദിക്കാൻ ഇടവരാൻ പാകത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. വിശുദ്ധിയോടെ നിന്നേ പറ്റുകയുള്ളൂ. ഞാനിത് സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്. ഞാൻ പറയാനുള്ള വിഷയം എന്താണ്? തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ തള്ളിക്കളയാത്തവനായി ക്രിസ്തു. അതാണ് നമ്മൾ തുടങ്ങിയ വിഷയം. 7 കാര്യങ്ങൾ പത്രോസ്ലീഹയുടെ ജീവിതത്തിലുണ്ടായ 7 വീഴ്ചയുടെ 7 പടികൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു വന്നു. പത്രോസ്ലീഹ സ്വയത്തിൽ ആശ്രയിച്ചു, വലിയ വീര്യം പറഞ്ഞു, ഞാൻ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറയുകയില്ല എന്ന്. അവിടെ എഴുതിയിരിക്കുന്നത് കോഴി കൂവുന്നതിന് മുമ്പെന്നാണ്. പക്ഷേ തിരുവചനത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, 2 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന്. തള്ളിപ്പറയുമെന്ന് പറഞ്ഞിരുന്നു. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച്, സ്വന്തം സ്വയത്തിൽ ആശ്രയിച്ച്, ആ വിൽ പവറിൽ ആശ്രയിച്ച് പത്രോസ്ലീഹ പറഞ്ഞിരുന്നു. എന്നാൽ തള്ളിപ്പറഞ്ഞു. പിന്നെയുണ്ട് ഗൗരവത്തോടെ പ്രാർത്ഥിക്കേണ്ട സമയത്ത്. ആരൊക്കെയാണ്? അന്ന് ഗത്സമനിയിൽ പത്രോസ്ലീഹായും യാക്കോബ് അപ്പോസ്തലനും യോഹന്നാൻ സ്ലീഹായും ഒരുമിച്ച് അവർ പ്രാർത്ഥിച്ച്, കർത്താവിനോട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഹൃദയം പകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അലസമായി കിടന്നുറങ്ങി. അലസത വന്നു, ഉദാസീനത വന്നു. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ, തിരുവചനം വായിക്കേണ്ട സമയത്ത് തിരുവചനം വായിച്ചേ പറ്റുള്ളൂ. ഞാൻ എന്നോടും കൂടെ തന്നെയാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ആരോടും മാത്രം പറയുകയല്ല, മാറിയേ പറ്റൂ. നാം അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് എന്ത് വന്നു? ഉദാസീനത വന്നു, അലസത വന്നു. ഇന്നിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ. 10ഉം 11ഉം വാക്യം ഒന്ന് വായിക്കാം. എടുത്തിയാട്ടക്കാരനായ പത്രോസ്ലീഹ ഒരു എടുത്തിയാട്ടക്കാരനായിരുന്നു. തള്ളിപ്പറഞ്ഞു, വീഴ്ചകൾ വന്നു. വീഴ്ചയുടെ 7 പടവുകൾ എന്നുള്ളതാണ് ചിന്താവിഷയം. പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകളുടെ 7 പടവുകൾ, അതാണ് ചിന്താവിഷയം. എടുത്തിയാട്ടക്കാരനായി പത്രോസ്ലീഹ. വായിക്കാം. ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതുകാത് അറുത്തു കളഞ്ഞു. ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി. അപ്പോൾ ഒരു വാള് കയ്യിലുണ്ടായിരുന്നു. ശീമോൻ പത്രോസിനൊരു വാള് കയ്യിലുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഇത് തന്നെ ചിന്തിക്കണം. ഒരു നല്ല വാള്, വടിവാള് പോലത്തെ ഒരു വാള് കയ്യിലുണ്ടായിരുന്നു. എന്താണ്? ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തുകാത് അറുത്തു കളഞ്ഞു. അത്രയേ ഉള്ളൂ. എന്താണ് ഇത് സന്ദർഭം. എങ്ങനെയാണ് സന്ദർഭം? പറയാം. വായിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 18-ാമത്തെ ആദ്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടത് ബോധ്യപ്പെടും. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഇടയനെ വിട്ടും ആടുകൾ ചെതറിപ്പോകും, പിന്നെ ഞാൻ ഇപ്പോൾ പോവുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഉപദേശമൊക്കെ കൊടുത്ത് അങ്ങനെ അനേക ഉപദേശങ്ങൾ പറഞ്ഞു. അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നിട്ട് 18-ാം അധ്യായത്തിന് 1-ാം വാക്യം വന്നപ്പോൾ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി.
യേശു കൂടെയുണ്ട്. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ മാത്രമല്ല, യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിൽ യേശുവും ശിഷ്യന്മാരും കടന്നു. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, ഒരുമിച്ച് ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് ആ തോട്ടത്തിൽ കടന്നു. പത്രോസിനെ എടുത്തിയാട്ടാണ് പറഞ്ഞത്. പത്രോസിനെ എടുത്തിയാടി വാളെടുത്ത് കാതർത്തു. എടുത്തിയാട്ടം ജീവിതത്തിൽ. ഞാനിത് പറയുമ്പോൾ ഇത്രയും വലിയ എടുത്തിയാട്ടക്കാരനെ ഇരിക്കുന്ന ആരും ഉണ്ടാവില്ല. ഇതുപോലെ എടുത്തിയാട്ടമുള്ള മനുഷ്യൻ. ഏതെങ്കിലും ഒരു കാര്യം കേട്ടാൽ മതി, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തീരുമാനം എടുക്കും. എടുത്തിയാട്ടം. ഞാൻ പറയുന്നത് എടുത്തിയാട്ടം എന്താണ്? ഒരു പത്രോസ്ലിയുടെ ജീവിതത്തിൽ വന്ന വീഴ്ചയുടെ 7 പടവുകളിൽ ഒന്നാണ് എടുത്തിയാട്ടമുള്ള പത്രോസ്ലിയ. ആ പത്രോസ്ലിയെ കർത്താവ് തള്ളിക്കളഞ്ഞില്ല. അതാണ് പറഞ്ഞു വരുന്നത്. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. യൂദ അടക്കം ആ സ്ഥലത്തുണ്ട്. ബാക്കി വായിച്ചോളൂ, 3-ാം വാക്യം. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് തീപ്പട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. കേട്ടോ, ആരൊക്കെയുണ്ട് കൂടെ? നിങ്ങൾ ചിന്തിച്ച് ആരുണ്ട്? ഒന്ന് യൂദയുണ്ട്, പിന്നെ ആര്? പട്ടാളക്കാരെല്ലാം ഉണ്ട്. കേൾക്കണേ, പത്രോസ്ലീഹ വാളെടുത്ത് വെട്ടിയ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്, ചിന്തിക്കുന്നത്. എടുത്തിയാട്ടമുള്ള പത്രോസ്ലീഹ. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂദയുണ്ട് കൂടെ, പട്ടാളക്കാർ 1-2 പേരാണോ? ധാരാളം പട്ടാളക്കാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 2 പോലീസുകാർ യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിച്ചാത്തി എടുക്കുമോ പുറത്ത്? നമ്മുടെ കയ്യിൽ പിച്ചാത്തിയൊന്നും ഇല്ല. എന്താണ് പറഞ്ഞത്? എടുക്കുമോ? ഏതൊരു കള്ളനാണേലും പിച്ചാത്തി എടുക്കുമോ അന്നേരം? ഒന്ന് ചിന്തിച്ചു നോക്കി. പത്രോസ്ലീഹയുടെ എടുത്തിയാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ എടുത്തിയാട്ടം പാടില്ല എന്ന് പറയാനാണ് പറഞ്ഞു വരുന്നത്. എന്താണ്? യൂദയുണ്ട്, പിന്നെ പട്ടാളമുണ്ട്. എത്ര പട്ടാളമുണ്ട് ആർക്കറിയാം? ഒരു ബറ്റാലിയൻ ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ അടുത്തതാരാണ്? മഹാപുരോഹിതന്മാരുണ്ട്. 1-2 അല്ല, വലിയ ബിഷപ്പുമാർ. ചുവന്ന കുപ്പായിട്ടവർ, വെളുത്ത കുപ്പായിട്ടവർ, കറുത്ത കുപ്പായിട്ടവരും കാണും. എല്ലാം ഉണ്ട്. മഹാപുരോഹിതന്മാർ. പിന്നെ പരീശന്മാരും ഉണ്ടോ? പരീശന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു പ്രത്യേക വർഗം. അങ്ങ് താഴെ മുതൽ. നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ചിന്തിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വലിയ കുപ്പായം, എന്താ ഈ കപ്പ്യാരിടണേ ഇല്ല, ശുശ്രൂഷക്കാരിടണ പോലത്തെ വലിയ കുപ്പായം. അതല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ ഈ മറ്റേ പരീശന്മാരിടുന്ന വലിയ, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് ഇസ്രായേലിൽ ചെന്നപ്പോൾ പരീശന്മാർ അവരിങ്ങനെ ഡ്രസ്സ് മുഴുവൻ ഇങ്ങനെ വലിയ നല്ല വെള്ള വസ്ത്രം. മുസ്ലിംസിൽ ചിലർ വലിയ അവരുടെ പുരോഹിതന്മാരാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള വസ്ത്രം ഇട്ട പരീശന്മാർ. പിന്നെ ആരുണ്ട്? അയച്ച ചേവകരെയും. പിന്നെ അവർ പരീശന്മാർ അയച്ച ചേവകരാണ്. എല്ലാം ഉണ്ട്. ചേവകർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരത്തിൽ ഗൂർഖ സംഘം എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ കൂട്ടമാണ്. എന്തും ചെയ്യാൻ പോകുന്നവരായ ആളുകൾ. പിന്നെയുണ്ട് തീപ്പട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. കേട്ടോ, തീപ്പട്ടി പന്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പന്തം കൊളുത്തിക്കൊണ്ടാണ് അവർ വന്നേക്കണേ, അല്ലേ? തീപ്പട്ടി പന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും, അല്ലേ? പന്തം കൊളുത്തി പിടിച്ചോണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. പന്തം കൊളുത്തിക്കൊണ്ട് എല്ലാവരും കൂടെ ആ കൂട്ടത്തിൽ എന്തുണ്ട്? അവിടെ അന്നത്തെ ആയുധം എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ആയുധങ്ങളെല്ലാം കയ്യിലുണ്ട്. നല്ല കുന്തം ഉണ്ടെന്ന് വിചാരിക്കുക, നല്ല 1-ാം വാള് അവരുടെ കൈ കാണും, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം ഉള്ളപ്പോൾ എന്ത് ചെയ്യാണ്? യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. കേട്ടോ, കർത്താവ് നേരെ അങ്ങ് ചെന്നു പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ആരെയായി തിരയുന്നേ? നിങ്ങൾ ആരെയായി അന്വേഷിച്ച് നടക്കുന്നേ? ആ കൂട്ടത്തിൽ യൂദയുണ്ട്. കൂടെ കൊണ്ട് നടന്ന് എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് സ്നേഹിച്ച് ഓമനിച്ച് കൂടെ കൊണ്ട് നടന്ന് പണസഞ്ചിയും കൈ കൊടുത്തു. എത്ര വിശ്വസ്തനാണെന്നുള്ള രീതിയിലെല്ലാം കൊണ്ട് നടന്നയാൾ യൂദയുണ്ട് കൂടെ. എല്ലാവരും കൂടെ നിൽക്കുന്ന സദസ്സിൽ വന്ന് നിങ്ങൾ ആരെയാണ് തിരയുന്നേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നസറായനായ യേശുവിനെയാണ് തിരയുന്നത്. ഉടനെ കർത്താവ് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, അത് ഞാൻ തന്നെയാകുന്നു എന്ന് കൃത്യമായി പറഞ്ഞു. അപ്പോൾ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. കേട്ടോ, അവർ നിലത്ത് വീണു. സാക്ഷാൽ ദൈവപുത്രനാണെന്ന് അറിഞ്ഞപ്പോൾ അവർ നിലത്ത് വീണു. ഉരുണ്ടിയാടിയൊക്കെ ഇങ്ങടെ. കേട്ടോ, ഞാൻ യേശു ആണെന്ന് പറഞ്ഞു എന്നപ്പോൾ നിങ്ങളിതെല്ലാം ഇങ്ങനെ തന്നെ പിഞ്ചൊന്ന് വന്നാലാണെന്ന് മനസ്സിലാവുള്ളൂ. യേശു ആണെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ അങ്ങടെ ഉരുണ്ടിയാടി അവിടെ നിലത്ത് വീണു. എന്നിട്ടോ അവർ നിലത്ത് വീണു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെയോ, നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് പിന്നെയും ചോദിച്ചു, നിങ്ങൾ ആരെയെ തിരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു? നസറായനായ യേശുവിനെ എന്ന് പറഞ്ഞു. നസറായനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഞാൻ തന്നെ എന്ന് പറഞ്ഞുവല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെയെന്ന് പറഞ്ഞുവല്ലോ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ, എന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബാക്കിയുള്ളവർ പോയിക്കൊള്ളട്ടെ.
ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ബാക്കിയുള്ള എല്ലാവരും പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. യേശു ഉത്തരം പറഞ്ഞു, എന്നാൽ നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. എന്താണ് അതിന്റെ അർത്ഥം? കർത്താവേ, അവിടുന്ന് നട്ടിട്ടുള്ള തൈ ഒന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല. അവിടുന്ന് നടാത്ത തൈയായ യൂദ പോവുകയാണോ, അല്ലെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയാണോ, അതൊന്നും കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ ഉടനെ ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കാതറുത്ത് കളഞ്ഞു. ഒന്ന് ആലോചിച്ച്, വിവേകമാണോ ചെയ്തത്? മനസ്സിലായില്ല അല്ലേ? വിവേകമാണോ ചെയ്തത്? പത്രോസ് വിവേകമാണോ ചെയ്തത്? നമ്മളിൽ ആരെങ്കിലും ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും അങ്ങനെ ഒരു വാള് കയ്യിലുണ്ടെങ്കിൽ തന്നെ തൊടുവോ? ഒരൊറ്റയാൾ തൊടൂല, പേടിച്ചിട്ട്. പട്ടാളക്കാർ മുഴുവൻ വന്നിരിക്കുന്നു, പരീശന്മാരയച്ച ചേവകർ വന്നിരിക്കുന്നു, യൂദ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ വന്ന് നിൽക്കുന്നു. ശിഷ്യന്മാരെല്ലാം കൂടെ ഉണ്ട്. കാര്യം ഇത് കണ്ടപ്പോഴത്തേക്ക് അവർ പലരും മാറിപ്പോയി, പേടിച്ചിട്ട് മാറിപ്പോയി കാണും. പത്രോസ്ലീഹ അന്നേരം അവിവേകിയായി തീർന്നു. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആൾ വേഗം വാളെടുത്തിട്ട് എന്തെങ്കിലും ആവട്ടെ, തന്നാലാവത് എന്തെങ്കിലും ചെയ്യാൻ ഓർത്തുകൊണ്ട് കാത് വെട്ടി. എടുത്തിയാട്ടക്കാരനായിരുന്നു പത്രോസ്ലീഹ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കൂ. നമ്മൾ അങ്ങനെയുള്ളവരാണോ? ഏതെങ്കിലും സാഹചര്യം വരുമ്പോൾ, ഞാൻ അങ്ങനെയുള്ളവനായിരുന്നു, ഇന്ന് മുഴുവൻ മാറിയതുകൊണ്ടല്ല, എന്നാൽ എന്നെൻ്റെ യേശുവേ എന്ന് വിളിച്ച് ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ യേശുവേ ഇപ്പോൾ ഞാനിത് സംസാരിക്കണമോ, ഇപ്പോൾ ഞാനിത് പറയണമോ, കർത്താവ് ഇപ്പം ഞാൻ ആ മറുപടി പറയണോ? ഞാൻ എടുത്തിയായിട്ട് ചെല്ലുമ്പോൾ ചിലർ എന്നോട് പറയും, സാറേ ഇപ്പം സാറ് മിണ്ടണോ, ഞാനൊന്ന് പോയി മിണ്ടിയിട്ട് പോരെ. അതെല്ലാം അപകടഘട്ടങ്ങൾ ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്. ജീവനുള്ള ക്രിസ്തു, ഹൃദയത്തിലുള്ള ദൈവവേദൽ എപ്പോഴും എങ്ങനെയായിരിക്കണം? ജാഗ്രതയോടെ നിൽക്കണം. നാം വിവേകമുള്ളവരായിരിക്കണം. എടുത്തിയാടി ഒന്നും പറയരുത്. ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ഉടനെ ഭാര്യ പറഞ്ഞതിന് ഒരു 3 ഇരട്ടി പറഞ്ഞെങ്കിലേ ഭാര്യയ്ക്കൊരു സമാധാനമുള്ളൂ. ഭാര്യ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയി, ഏതെങ്കിലും ഒരു വാക്ക് അബദ്ധവശാൽ, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും അല്ല പറഞ്ഞത്, ജസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയി. ഉടനെ എന്ത് ചെയ്യാണ്? ഉടനെ വാളെടുക്കുകയാണ്. നമ്മൾ പലരും അങ്ങനെയുള്ളവരാണോ? വീഴ്ചയുടെ പടവുകൾ 3ാമത്തേതാണത്. പ്രിയപ്പെട്ടവരെ, നാം വിവേകമുള്ളവരായിരിക്കണം. നാം എന്നും എന്താണ്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തള്ളിപ്പറയും. സമയം വരുമ്പോൾ തള്ളിപ്പറയും. ഭാര്യാഭർത്താക്കന്മാരെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ഞാനും ഒരു ഭർത്താവല്ലേ, ഞാൻ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ കർത്താവ് എനിക്ക് കൃപ നൽകുന്നു. എനിക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഈ വചനം പറയുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. കാരണം പറഞ്ഞിട്ട് തിരിച്ചു ചെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അപകടം പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിശാച് അട്ടഹസിക്കാൻ ഇടവരും. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഞങ്ങളാരും ഒന്നും തികഞ്ഞവരല്ലല്ലോ, ഒന്നും ആയിട്ടില്ലല്ലോ പ്രിയപ്പെട്ട ദൈവജനമേ. എന്താണ് പറഞ്ഞത്? അങ്ങനെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ എന്താണ് 3 പ്രാവശ്യം. എന്നാൽ ആ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ 15-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 21-ന്റെ 15-ാം വാക്യം. യോഹന്നാന്റെ മകനായ ശീമോനെ, കർത്താവ് ഇങ്ങനെയെല്ലാം ചെയ്ത് അവിവേകിയായി തള്ളിപ്പറഞ്ഞു, ഇതിൻ്റെ ഇടയ്ക്ക് തള്ളിപ്പറഞ്ഞു, പ്രാഗി ആണയിട്ടു, അങ്ങനെ എല്ലാം ചെയ്ത പത്രോസ്ലീഹായെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രൂശിലെ സ്നേഹം. എന്തെല്ലാം അവിവേകം ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം പാപങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, ഏതെല്ലാം എടുത്തിയാട്ടങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, അറിയാതെ ദൈവത്തിന് വേണ്ടി ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ഞാനിന്ന് ലജ്ജയോടെ ഓർക്കുകയാണ്. അന്നെല്ലാം ഒരു അഭിമാന വിഷയമായിരുന്നു അത്. അന്നൊരു കാര്യം കേട്ടാൽ ഉടനെ ചാടി പുറപ്പെടുക എന്നുള്ളത്, അതൊരു ദൈവത്തിന് വേണ്ടി എരിഞ്ഞടക്കുകയാണെന്നുള്ള രീതിയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഇന്നെനിക്ക് ലജ്ജ തോന്നുകയാണ്. വിവേകമില്ലാതിരുന്ന കാലങ്ങൾ. എന്ന് ജീവനുള്ള ക്രിസ്തു ഞങ്ങളെ എല്ലാം സംരക്ഷിച്ചു. അന്ന് കർത്താവ് കൃപയാൽ കാത്തു. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണെന്നറിയാമോ? യുഗപരിപാടിയിൽ നമ്മെ ഉൾപ്പെടുത്തി. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് ആ അരുമ ശിഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവിൻ്റെ വെമ്പൽ കൊള്ളുന്ന ഹൃദയം. എന്തുകൊണ്ടാണെന്നറിയാമോ? വെറുതെയൊന്നുമല്ല. അന്ന് അങ്ങ് മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ, അന്ന് അപ്പൻ്റെ കൂടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആവശ്യത്തിന് മീൻ പിടിച്ച്, വലയിട്ട് മീൻ പിടിച്ച്, അതുകൊണ്ട് വിറ്റിട്ട് വേണം അരി മേടിക്കാൻ. കാരണം കുടുംബമുണ്ട് പത്രോസ്ലീഹായ്ക്ക്. ആ പത്രോസ്ലീഹായ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്തുനിന്ന് ആ പത്രോസ്ലീഹ ആരാക്കാമെന്ന് ജീവനുള്ള ക്രിസ്തു കണ്ടിരുന്നു. നിങ്ങളെ വിളിച്ച ദൈവം, നമ്മെ ഓരോരുത്തരെയും വിളിച്ച ദൈവം വെറുതെ വിളിച്ചതല്ല പ്രിയപ്പെട്ടവരെ. ആ വെറുതെ വിളിച്ചതായിരുന്നെങ്കിൽ നാം ഇവിടെ എത്തിച്ചേരുകയില്ല. ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെ വരാതിരുന്നേനെ. എന്നാൽ യോഹന്നാൻ്റെ മകനായ ശീമോനെ, ബർയോന ശീമോനെ എന്ന് വിളിച്ചുകൊണ്ട്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു
സ്നേഹിക്കുന്നുവോ? നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എല്ലാറ്റിനേക്കാളും അധികമായി സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് എല്ലാറ്റിനേക്കാളും അധികമായി സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയിപ്പിച്ചിട്ട് ആ സ്നേഹ ചുംബനം നൽകി യേശുക്രിസ്തു അന്ന് ഈ പ്രിയപ്പെട്ട ശിഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുകയായിരുന്നു. യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രൂശിലെ സ്നേഹം, അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എന്നും ഇവിടെ വന്ന് അവസാന സമയമാകുമ്പോൾ, മക്കളെ, നിങ്ങൾ ആരും തകരണ്ട, ആരും നിങ്ങൾ വലയണ്ട, നിങ്ങൾ ആരും വിഷമിക്കണ്ട, നിങ്ങളാരും നിരാശപ്പെടേണ്ട, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ആ ഇമ്പസ്വരം കേൾക്കുന്നത്. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് ഇവരിൽ അധികമായി നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. കർത്താവ് വീണ്ടും ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് വീണ്ടും ചോദിച്ചു. കാരണം കുറ്റബോധം തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിലും ആ തള്ളിപ്പറഞ്ഞവനെ തള്ളിക്കളയാത്ത ക്രൂശിലെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ചോദിക്കുകയാണ്, നീ എല്ലാവരും നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് നിങ്ങൾ ആരെല്ലാം ഇപ്പോൾ യേശുവിനോട് പറയുന്നുണ്ട്. ഉണ്ട് കർത്താവേ, ഞാൻ എല്ലാറ്റിനേക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ ആരെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ആരെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, എൻ്റെ യേശുവേ, ഞാൻ എല്ലാറ്റിനേക്കാളും ഉപരിയായി, എൻ്റെ മക്കളേക്കാൾ ഉപരിയായി, എൻ്റെ ഭാര്യയേക്കാൾ ഉപരിയായി, എൻ്റെ സമ്പത്തിനേക്കാൾ ഉപരിയായി, എൻ്റെ മാതാപിതാക്കളേക്കാൾ ഉപരിയായി, എൻ്റെ കൂട്ടായ്മക്കാരേക്കാൾ ഉപരിയായി, എൻ്റെ ഫെലോഷിപ്പിനേക്കാൾ ഉപരിയായി, എൻ്റെ ആത്മീയ ഗുരുക്കന്മാരെക്കാൾ ഉപരിയായി, എല്ലാറ്റിനേക്കാളും ഉപരിയായി എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് ആരെല്ലാം പറയുന്നുണ്ട്. യേശു ക്രിസ്തു എന്ന അത്ഭുത പുരുഷനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് അങ്ങ് മരണസമയത്ത് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് പത്രോസ്ലിയോട് ചോദിച്ചു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭാര്യയെ കാണണ്ട, എനിക്ക് മക്കളെ കാണണ്ട, എനിക്ക് അമ്മായിയമ്മയെ കാണണ്ട, എനിക്ക് വേറെ ആരെയും കാണണ്ട, എൻ്റെ കൂട്ടത്തിലുള്ള ആരെയും എനിക്ക് കാണണ്ട. എനിക്ക് അവസാനത്തെ ആഗ്രഹം എന്താണെന്നറിയാമോ? എനിക്ക് വേണ്ടി പിടഞ്ഞ് 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 മരിച്ച എൻ്റെ നാഥനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കല്ലേ, അവിടുത്തെ കാൽപാദം മുത്തിക്കൊണ്ട് എനിക്ക് മരിക്കണമെന്ന് ആ അപ്പോസ്തലൻ അതുകൊണ്ടാണ് ഏറ്റു പറയാനിടയായത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെല്ലാം യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എടുത്തിയാട്ടത്തോട് നിങ്ങൾ യാത്ര പറയൂ, നിങ്ങളുടെ ബുദ്ധിശൂന്യതയോട് യാത്ര പറയൂ, നിങ്ങളുടെ തറുതല പറയുന്ന സ്വഭാവത്തോട് യാത്ര പറയൂ, ഭാര്യയെ സ്നേഹിക്കാത്ത സ്വഭാവത്തോട് യാത്ര പറയൂ, ഭാര്യയെ കരുതാത്ത സ്വഭാവത്തോട് യാത്ര പറയൂ, ഭർത്താവിനോട് എതിര് പറയുന്ന സ്വഭാവത്തോട് യാത്ര പറയൂ, ഭർത്താവിനെ കീഴടങ്ങൂ, ഭർത്താവിനെ കീഴ്പ്പെടൂ, ഭർത്താവിനെ അനുസരിക്കാൻ തുടങ്ങൂ, പുതിയ ജീവിതത്തിനുടമകളാകൂ. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, ആരെല്ലാം പറയുന്നുണ്ട്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. യേശു വന്നിട്ടുണ്ട്, ആണിപ്പാടുള്ള കരം നീട്ടിക്കൊണ്ട് എന്നും നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ മധ്യ വരുന്ന ജീവനുള്ള ക്രിസ്തു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെല്ലാം എന്നെ എല്ലാറ്റിനേക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നു, ഇവരിൽ എല്ലാവരേക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നു, നിനക്കെന്നോട് പ്രിയമുണ്ടോ? ബർയോനാ ശീമോനെ, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ സ്വർഗീയ സ്നേഹം നമ്മുടെ മേൽ പകരുവാൻ കർത്താവിതാ വന്നിരിക്കുന്നു. ആണിപ്പാടുള്ള കരമിതാ നീട്ടിയിരിക്കുന്നു, തിരുരക്തമിതാ ഒഴുകുകയാണ്. ആ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും ഒന്ന് തൊടാതെ കർത്താവേ, ഞങ്ങളെ ആരെയും ഇവിടുന്ന് പറഞ്ഞ് അയക്കരുതേ, അവിടുന്ന് കരുണ തോന്നണമേ, അവിടുന്ന് മനസ്സലിയണമേ. ഞങ്ങൾ തെറ്റിപ്പോയവരാണ്, ഞങ്ങൾ എടുത്തിയാട്ടക്കാരാണ്, ഞങ്ങൾ തള്ളി പറഞ്ഞവരാണ്, ഞങ്ങൾ വീണ്ടും പിശാചിന് ഇടം കൊടുത്തവരാണ്, പാപത്തിലേക്ക് പിന്നെയും പോയവരാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, വ്യക്തമായി തീരുമാനിക്കൂ. എനിക്ക് യേശു മതി, എനിക്ക് ആ ക്രൂശിനോട് ചേർത്ത് എനിക്ക് ബന്ധിച്ചെന്നെ ഇട്ടാൽ മതി, ആ സ്നേഹ ചരടുകളാൽ എന്നെ ചേർത്ത് ക്രൂശിനോട് ബന്ധിച്ചാൽ മതി, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്താൽ മതി. യേശു മതി, യേശു മതി. എനിക്ക് യേശുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് എൻ്റെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നാൽ മതി. ആരെല്ലാം ചിന്തിക്കുന്നുണ്ട്, ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റുപറയൂ, എൻ്റെ യേശുവേ, ഞാൻ ഇവരെക്കാൾ അധികമായി, ഞാൻ എല്ലാറ്റിനേക്കാളും അധികമായി, എല്ലാവരേക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കുന്നു. എന്റെ യേശുവേ, അവിടുന്ന് അത് അറിയുന്നുവല്ലോ. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവേ. എന്നെ ശാപക്കുഴിയിൽ നിന്ന്
എന്നെ ബന്ധനത്തിൽ നിന്ന്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ഊരാ കുടുക്കിൽ നിന്ന് എന്റെ യേശു എന്നെ രക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഇപ്പോൾ അവിടുത്തെ ആണിപ്പാടുള്ള കരം എന്റെ നെറ്റിയിൽ തൊടുവിക്കണമേ. അപ്പാ കരുണ തോന്നണമേ. പഴയതൊന്നും ഓർക്കല്ലേ കർത്താവേ. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തരണമേ. ഞങ്ങളോട് മനസ്സലിയണമേ. ഞങ്ങൾ മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങൾക്ക് കഴുകിത്തരണമേ. പാപത്തോട് യാത്ര പറയുന്നു കർത്താവേ. പിശാചിനോട് ഇതാ യാത്ര പറയുന്നു കർത്താവേ. പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ യേശുവിനെ സ്നേഹിച്ചും യേശുവിനെ മാത്രം സ്നേഹിച്ചും യേശുവിന് പ്രിയമുള്ളവരായി ഞങ്ങൾ ജീവിക്കുമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചവർ മാത്രം ഒരു കരങ്ങളെ ഉയർത്തു. എന്റെ രാജകുമാര സ്തുതി. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ അവിടുന്ന് പിടിക്കണമേ. അവിടുന്ന് അവരുടെ മേൽ തിരുരക്തത്തിന്റെ മുദ്ര കൊടുക്കണമേ. കർത്താവേ, ആദ്യ സ്നേഹം ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അനേകരെ അവിടുന്ന് ഉണർത്തണമേ. സ്നേഹത്തിന്റെ അഗ്നി എല്ലാവരുടെ മേൽ ആളിക്കത്തുവാൻ തക്കവണ്ണം കർത്താവേ, എനിക്ക് യേശുവിനോട് പ്രിയമുണ്ടെന്നുള്ള ചിന്തയോട് ജീവിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് തുടർന്നും വാദിക്കണമേ. അപ്പാ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കരങ്ങളെ താഴ്ത്തിയിടൂ. എൻ്റെ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതി. അവിടുത്തെ ആണിപ്പാടുള്ള കരം ഞങ്ങളുടെ മധ്യത്തിൽ ഇപ്പോൾ നീട്ടിയിരിക്കുന്നതിനായി സ്തുതി. തിരുരക്തം പുരണ്ട കരം ഇപ്പോൾ ഞങ്ങളെ തലോടുകയും തഴുകുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തതിനായി സ്തുതി. എല്ലാം ദാനമല്ലോ കർത്താവേ, എല്ലാം അവിടുത്തെ കരുണയല്ലോ. ഞങ്ങളോ ഏറ്റവും നിസ്സാരര്, ഞങ്ങളോ ഏറ്റവും പാപികള്, ഞങ്ങളോ കർത്താവേ അവിടുത്തെ കരുണയാൽ മാത്രം വിളിച്ച് വേർതിരിക്കപ്പെട്ടവര്, മരണത്തോളം വിശ്വസ്തരായി നിൽപ്പാൻ കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.